നമസ്കാരം. എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. തിരൂരിൽ നിന്ന് കാണാതായ ഡെപ്യൂട്ടി തഹസിൽദാർ നാടുവിട്ടത് പോക്സോ കേസ് ഭീഷണിയെ തുടർന്ന്. പോക്സോ കേസിൽ അകപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി 10 ലക്ഷത്തിലേറെ രൂപ തട്ടിയെടുത്തെന്ന തഹസിൽദാരുടെ പരാതിയിൽ തിരൂർ പോലീസ് കേസെടുത്തു. ബുധനാഴ്ച വൈകിട്ട് ജോലി കഴിഞ്ഞ് മടങ്ങിയ ശേഷം കാണാതായ തിരൂർ തലക്കാട് പൂക്കൈത സ്വദേശിയും തിരൂർ താലൂക്ക് ഓഫീസിലെ ഡെപ്യൂട്ടി തഹസിൽദാറുമായ PB ചാലിബാണ് തിരൂർ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. വെള്ളിയാഴ്ച രാത്രി ചാലിബ് സ്വന്തം സ്കൂട്ടറിൽ വീട്ടിൽ തിരിച്ചെത്തുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് നാടുവിടലിന്റെ നടുക്കുന്ന കാരണം പുറത്തുവന്നിരിക്കുന്നത്. കേസിന്റെ വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. തിരൂർ സ്വദേശികളായ അജ്മൽ, ഫൈസൽ എന്നിവരും കണ്ടാലറിയുന്ന മറ്റൊരാളും ചേർന്ന് ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതിയിലുള്ളത്. 2024 ഒക്ടോബർ 10-നും 26-നും ഇടയിലുള്ള ദിവസങ്ങളിൽ പലപ്പോഴായി ഭീഷണിപ്പെടുത്തി 10,30,000 രൂപ തട്ടിയെടുത്തെന്നാണ് ചാലിബ് മൊഴി നൽകിയിരിക്കുന്നത്. കൂടുതൽ പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തൽ തുടർന്നതോടെയുണ്ടായ മാനസിക സമ്മർദ്ദത്തെ തുടർന്നാണ് ചാലിബ് നാടുവിട്ടത്. തിരൂർ ഡിവൈഎസ്പി ഇ ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ബുധനാഴ്ച വൈകിട്ട് ജോലി കഴിഞ്ഞ് തിരൂർ സിവിൽ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയതിന് പിന്നാലെ ചാലിബിനെ കാണാതാകുകയായിരുന്നു. രാത്രി എത്താൻ വൈകുമെന്ന് ഭാര്യയ്ക്ക് വാട്സാപ്പിൽ സന്ദേശം അയച്ച ശേഷമായിരുന്നു ചാലിബ് പോയത്. റെയ്ഡുണ്ടെന്നാണ് വൈകാനുള്ള കാരണമായി പറഞ്ഞിരുന്നത്. രാത്രി ഏറെ വൈകി ഫോൺ ഓഫായതോടെ കുടുംബം പോലീസിൽ പരാതി നൽകുകയും തിരൂർ പോലീസ് അന്വേഷണം ആരംഭിക്കുകയുമായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ചാലിബ് കോഴിക്കോടുള്ളതായി പോലീസ് കണ്ടെത്തി. സ്വന്തം സ്കൂട്ടറുമായിട്ടായിരുന്നു ചാലിബ് പോയത്. ഇടയ്ക്കിടെ ഫോൺ ഓഫാക്കുകയും ഓണാക്കുകയും ചെയ്തിരുന്നതിനാൽ ചാലിബുള്ള സ്ഥലം തിരിച്ചറിയാൻ പോലീസിന് സാധിച്ചിരുന്നില്ല. അതിനിടെ വെള്ളിയാഴ്ച രാവിലെ ഭാര്യ ഫോൺ വിളിച്ചപ്പോൾ എടുക്കുകയും തനിക്ക് കുഴപ്പമൊന്നുമില്ലെന്നും തിരിച്ചെത്താമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് മൊബൈൽ ലൊക്കേഷൻ ട്രേസ് ചെയ്തപ്പോൾ ഉടുപ്പിയിലാണെന്ന് കണ്ടെത്തി. എന്നാൽ വൈകാതെ ഫോൺ ഓഫായി. രാത്രി വരെ ഒരു വിവരവും ലഭിച്ചിരുന്നില്ല. കുടുംബവും നാടും സഹപ്രവർത്തകരും വിഷമവൃത്തത്തിൽ കഴിയുന്നതിനിടെ രാത്രി 11 മണിയോടെ സ്കൂട്ടറിൽ ചാലിബ് വീട്ടിലെത്തുകയായിരുന്നു. എഡിറ്റർ ലൈവ്, തിരൂർ. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.